രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനൽ, അതിലെ രാധയുടെ പ്രണയം കൃത്യമായിട്ട് കാണുന്ന എൻ്റെ പ്രേക്ഷകരെ, ഇതാ 95-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. രാധാറാണിയുടെ ജീവിത കഥ നിരന്തരമായ റിസർച്ച് നടത്തി പല പല ബുക്കുകൾ ശേഖരിച്ച് അതിൽ നിന്നുള്ള വിവരങ്ങൾ എടുത്ത് ഏതൊക്കെ ബുക്കാണെന്ന് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ രാധയുടെ പ്രണയം 94 എപ്പിസോഡ് കഴിഞ്ഞു. 95-ാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിന് മുമ്പുള്ള എപ്പിസോഡുകൾ കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്ത് കാണുക. നിങ്ങളിപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഇവിടം തൊട്ട് കണ്ടു തുടങ്ങുക. ബാക്കിയുള്ളത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ കാണുക. അതേ കണക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാ തിങ്കളാഴ്ചയും കൃത്യം 12 മണിയാകുമ്പോൾ പിന്നെ നാരായണീയം നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കും. നാരായണീയം ക്ലാസ് ആണ്. ആ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ശ്രദ്ധിച്ചു കേട്ടതിന് ശേഷം നിങ്ങൾ അതിലെ ഓരോ ശ്ലോകങ്ങൾ വെച്ച് ഓരോ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ചൊല്ലുക. അപ്പോൾ ഒരു ദിവസം ഒരൊറ്റ ശ്ലോകം ചൊല്ലിയാൽ മതി. അത് ഭക്തിയോടുകൂടി ചെയ്യണം. നിങ്ങൾ മനസ്സ് പലയിടത്ത് അലഞ്ഞ് 100 ശ്ലോകം ചൊല്ലുന്നതിന് തുല്യമാണ് വളരെ ഭക്തിയോടുകൂടി ഒരൊറ്റ ശ്ലോകം നിങ്ങൾ ചൊല്ലുന്നത്. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് രാധയുടെ പ്രണയം കിട്ടിയിരിക്കും. ഓർമ്മിക്കുക,
നാരായണീയം നിങ്ങൾ വീട്ടിൽ ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് രോഗം വരില്ല, ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കുന്നതായിരിക്കും. അതേ കണക്ക് രാധയുടെ പ്രണയം കേൾക്കുകയും രാധാറാണിയിൽ ഭക്തി ഉറയ്ക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് പ്രണയ സാഫല്യമുണ്ടാകും, ദാമ്പത്യത്തിൽ ദാമ്പത്യ ജീവിത സൗഖ്യമുണ്ടാകും, ധനധാന്യ ലബ്ധി. എല്ലാ ബുധനാഴ്ചയും ബുദ്ധൻ്റെ അവതാരകഥയാണ്. എല്ലാ വ്യാഴാഴ്ച ദിവസവും അഷ്ടപതിയുടെ ക്ലാസ്സാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. രാധയുടെ പ്രണയം കൃത്യമായി കേൾക്കുക, അഷ്ടപതിയുടെ ക്ലാസ് കേട്ട് അഷ്ടപതി വീട്ടിൽ ചൊല്ലുക. പിന്നെ തിരിഞ്ഞു നോക്കണ്ട. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഹസ്ബൻഡിന് നിങ്ങളോടും, നിങ്ങൾക്ക് ഹസ്ബൻഡിനോടും, മക്കൾക്ക് നിങ്ങളോടും എല്ലാം സ്നേഹമായിരിക്കും. സർവ്വ സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം പതുക്കെ കൊണ്ട് സിദ്ധിച്ചു തുടങ്ങും. വെള്ളിയാഴ്ച ദിവസമാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ നിശ്ചയമായും ശ്രീബുദ്ധൻ എഴുതിയ ധർമ്മപദം, കൃഷ്ണന്റെ അവതാരമായ ശ്രീകൃഷ്ണൻ എഴുതിയ ധർമ്മപദം, കൃഷ്ണാവതാര കാലത്ത് ശ്രീകൃഷ്ണൻ വന്ന് ധർമ്മം സ്ഥാപിക്കുകയും ആ ധർമ്മത്തിലൂടെ മാത്രമേ മോക്ഷത്തിലെത്താൻ പറ്റൂ എന്ന് ബുദ്ധന്റെ അവതാരത്തിൽ പറയുകയും, മോക്ഷത്തിലെത്താൻ ഞാൻ ഒരിക്കലും സഹായിക്കില്ല, നിങ്ങൾ സ്വയം കണ്ടെത്തണം, അതിൻ്റെ മാർഗങ്ങൾ ഇന്നതൊക്കെയാണെന്ന് പറയുകയും ചെയ്തതാണ് ധർമ്മപദം എന്ന് പറയുന്നത്. വെള്ളിയാഴ്ചത്തെ ധർമ്മപദം നിങ്ങളെ മാറ്റി മറിക്കും. നിങ്ങൾക്ക് അതേ കണക്ക് ഇതിനകത്ത് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് കാണുക. പിന്നെ ഇവിടെ കൊല്ലം, തിരുവനന്തപുരം, കോട്ടയം സൈഡിലുള്ളവർക്ക് എൻ്റെ അടുത്ത് വന്ന് ചേരാവുന്നതാണ്. അവരിവിടെ വന്ന് ചേർന്ന് പഠിക്കുന്നുണ്ട്. ഒരുപാട് ദൂരത്തുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റേ സൗകര്യമുണ്ട്. പിന്നെ എന്നെ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നു പുതിയ ബാച്ച് എന്ന് തുടങ്ങുമെന്ന്. ഞാൻ ഡിസംബർ 4-ന് പുതിയ ബാച്ച് തുടങ്ങും. ഞാനിങ്ങനെ ഇടയ്ക്ക് വെച്ചൊന്നും അഡ്മിഷൻ എടുക്കില്ല. പിന്നെ നിങ്ങൾ നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾ വീഡിയോ കാണുക. അതേ കണക്ക് ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ. അപ്പോൾ ആ ഫലങ്ങൾ നിങ്ങൾ എന്താണ് കേൾക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോൺ നമ്പറുണ്ട്, 9645333999. അതിലേക്ക് വിളിച്ചാൽ തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് നിങ്ങൾ ഇതിനകത്ത് അഷ്ടാവക്ര ഗീത കേട്ടിരിക്കണം. അത് ഭയങ്കരമാണ് ആ സംഭവം. അഷ്ടാവക്ര ഗീത ഓരോ ഹിന്ദുവും അതറിഞ്ഞിരിക്കണം. അത് പ്രത്യേകം പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഹിന്ദുക്കൾ അറിയേണ്ടവ എന്നൊരു ഫോൾഡറുണ്ട്. അതിൽ ഹിന്ദുക്കൾ അറിയേണ്ട കാര്യമുണ്ട്, ഭക്തമീരയുടെ കഥയുണ്ട്, ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു, നിശ്ചയമായും നിങ്ങൾ കേൾക്കണേ. പ്രണയം എങ്ങനെ സഫലമാകാമെന്നുള്ളത് നിങ്ങൾ കേൾക്കണം. അതേ കണക്ക് തന്നെ ഏയ് അച്ഛാ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ, അതെന്നോട് എല്ലാവരും പറഞ്ഞു. കണ്ണിൽ നിന്ന് കണ്ണുനീർ വരാതെ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ സാധ്യമല്ല. ഇതൊക്കെ എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് ഞാനൊരു വിവരണം നൽകിയതാണ്. അപ്പം നമുക്ക് രാധയുടെ പ്രണയം 95-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. രാധയുടെ പ്രണയം 95-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെ ഞാൻ അതിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതേ കണക്ക് കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്. നിശ്ചയമായിട്ടും നിങ്ങൾ എല്ലാവരും അത് എന്ത് ചെയ്യണേ, കാണണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അപ്പോൾ രാധയുടെ പ്രണയം, അതേ രാധാറാണിയുടെ മാതാവ് ഒരു തീർത്ഥാടനത്തിന് പോയിരിക്കുകയാണ്. രാധാറാണിയോട് പറഞ്ഞു, നീ ഒറ്റയ്ക്കാണ് മകളെ എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല, അമ്മ പോയിട്ട് വരൂ, ഈ വൃന്ദാവനം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് രാധാറാണി പറഞ്ഞു. അങ്ങനെ അവരെ യാത്ര അയച്ചു. പക്ഷേ പൊയ്ക്കഴിഞ്ഞപ്പോൾ രാധാറാണി തകർന്നു പോയി.
ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു വലിയ വീട്, ആ വലിയ വീടിനകത്ത് അതിൻ്റെ ഏകാന്തതയിൽ ഒറ്റയ്ക്ക് നമ്മുടെ രാധാറാണി കട്ടിലേക്ക് കിടന്നു പൊട്ടിക്കരയാൻ തുടങ്ങിയിട്ട് പറഞ്ഞു, ഞാൻ എന്നും ഏകയാണ്, എല്ലാവരും എന്നെ വിട്ടിട്ട് പോവുകയാണ്. എൻ്റെ അച്ഛൻ, എൻ്റെ പിതാവ് വൃഷഭാനു എന്നെ വിട്ടിട്ട് പോയി. ദേ ഇപ്പോൾ എൻ്റെ മാതാവും പോയിരിക്കുന്നു. ഒരിക്കലും എന്നെ വിട്ടിട്ട് പോകില്ല എന്ന് ഞാൻ കരുതിയ കൃഷ്ണനാകട്ടെ എന്നെ വിട്ടിട്ട് പോയിരിക്കുന്നു. അവൻ എന്നെ ഓർമ്മിക്കുന്നുണ്ടോ എനിക്കറിയില്ല. അങ്ങനെ കരഞ്ഞ് തളർന്ന് രാധാറാണി ഉറങ്ങുകയാണ്. ആ സമയത്ത് തൂവെള്ള വസ്ത്രധാരിയായ ഒരു മനുഷ്യൻ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ മുന്നിൽ വാതിലുകൾ മലർക്കം തുറന്നു. ജന്നലുകൾ ആ കാറ്റത്ത് വന്നടിച്ച് അടഞ്ഞു തുറക്കുകയാണ്. ആ മനുഷ്യൻ, ഒരു വെള്ള വസ്ത്രം ധരിച്ച മനുഷ്യൻ നടന്ന് വന്ന് രാധാറാണിയുടെ അടുക്കലിരുന്നു, കട്ടിലിന്റെ അരികിലിരുന്നു. രാധാറാണി അറിയുന്നില്ല. ഈ സമയത്ത് കൃഷ്ണൻ ഒന്ന് പിടഞ്ഞു. കൃഷ്ണന്റെ കണ്ണുകൾ ചലിക്കാൻ തുടങ്ങി. കൃഷ്ണന്റെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. അതെ, എൻ്റെ കണ്ണുകൾ ചലിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ഹൃദയമിടിപ്പുകൾ കൂടുന്നുണ്ടെങ്കിൽ രാധ ദുഃഖാവസ്ഥയിലാണ്. എന്താണ് അവൾക്ക് സംഭവിച്ചത്? അവിടെ കാണുകയാണ്, കൃഷ്ണൻ ധ്യാനത്തിലേക്ക് പോയി. അപ്പോൾ കാണുകയാണ്, തൂവെള്ള വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ രാധാറാണിയുടെ അടുക്കലിരിക്കുന്നു. രാധാറാണിയുടെ ശിരസിലേക്ക് കൈവെക്കുന്നു. രാധാറാണിയുടെ ശിരസ് തലോടുന്നു. ആ മനുഷ്യന്റെ മുഖം ഇപ്പോഴാണ് വ്യക്തമായിട്ട് കൃഷ്ണൻ കണ്ടത്. കൃഷ്ണൻ ഞെട്ടിത്തെറിച്ചുപോയി. എന്ത്? ആരാണിത്? അതെ, തൻ്റെ മകളുടെ സങ്കടം സഹിക്കാൻ വയ്യാഞ്ഞ് വന്നിരിക്കുകയാണ് സാക്ഷാൽ വൃഷഭാനു വന്നിരിക്കുന്നു. അദൃശ്യനായി, മറ്റാർക്കും കാണാൻ സാധ്യമല്ല. പക്ഷേ കൃഷ്ണന് കാണാം. കൃഷ്ണന് ദൃശ്യവും അദൃശ്യവും ഒന്നും പ്രശ്നമല്ല. വൃഷഭാനു വന്നിരുന്ന് രാധാറാണിയുടെ ശിരസ് തലോടുകയാണ്. ആ മനുഷ്യന്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് അടർന്നു വീണു. അദ്ദേഹം തൻ്റെ മകളുടെ വിഷമം സഹിക്കാൻ വയ്യാഞ്ഞപ്പോൾ അവിടെ നിന്നും ഇവിടുന്ന് പോയി വിഷ്ണുലോകം പൂണ്ട ആളാണ് സാക്ഷാൽ വൃഷഭാനു, സാക്ഷാൽ ഗോലോകം. പക്ഷേ തൻ്റെ മകളുടെ സങ്കടം കണ്ടപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വന്നിരിക്കുകയാണ്. ഭൂമിയിൽ മറ്റാർക്കും കാണാൻ സാധ്യമല്ല. വൃഷഭാനു വന്നിരുന്നു. വൃഷഭാനു പറഞ്ഞു, മകളെ, നിന്നെ ഇട്ടിട്ട് അച്ഛൻ നേരത്തെ പോയി. അത് അച്ഛൻ്റെ ആഗ്രഹത്തിനനുസരിച്ചല്ലല്ലോ മോളെ. എൻ്റെ കാലാവധി അവിടം വരെയാണ്. ഇപ്പോൾ നിന്റെ അമ്മ തീർത്ഥാടനത്തിന് പോയിരിക്കുകയാണ്. കാരണം അവൾക്കും ഏതാണ്ട് ഭൂമിയിലെ വാസം അവസാനിക്കാറായിരിക്കുന്നു. മകളെ, നീ ഒറ്റയ്ക്കാണെന്ന് ആര് പറഞ്ഞു? നിന്റെ പിതാവ് ഈ വൃഷഭാനു ഉള്ളിടത്തോളം കാലം കണ്ണാ, നീ ഒറ്റയ്ക്കല്ല. എൻ്റെ മകളെ, നീ ഒറ്റയ്ക്കല്ല. നിനക്ക് കൂട്ടിനായിട്ട് അച്ഛനുണ്ടാകും, എപ്പോഴും ഉണ്ടാകും. ഇതിനകത്തേക്ക് ഒരു ചെറിയ പക്കി പോലും കയറില്ല അച്ഛനുള്ളപ്പോൾ. അച്ഛൻ ഇവിടെ അദൃശ്യനായി. നിന്റെ അമ്മ തിരിച്ചു വരുന്നത് വരെ ഞാനിവിടെ ഉണ്ടാകും. വൃഷഭാനു രാധാജിയുടെ ശിരസ്സെടുത്ത് തൻ്റെ മടിയിൽ വെച്ചു. ഒന്നും അറിയാതെ കിടക്കുകയാണ് രാധാജി. അതേ, വൃഷഭാനുവിൻ്റെ കണ്ണുകള് നിറഞ്ഞൊഴുകുകയാണ്. ഒരു നിമിഷം
ഒരു നിമിഷം വൃഷഭാനുവിൻ്റെ മനസ്സിലൂടെ 1000 ചിന്തകൾ കടന്നു പോവുകയാണ്. അതെ, അന്ന് യമുനയിൽ ഞാൻ ഇറങ്ങിയത്. ആ യമുനയിൽ ഇറങ്ങിയപ്പോൾ യമുനാ നദി എൻ്റെ മകളെ താമരപ്പൂവിനുള്ളിൽ വെച്ച് എൻ്റെ കൈകളിലേക്ക് തന്നത്. അവളെ ഞാൻ തോളത്തിട്ടെടുത്തോണ്ട് എൻ്റെ വീട്ടിലേക്ക് പോയത്. എൻ്റെ കുഞ്ഞിനെ അവളെ അമ്മയേക്കാൾ കൂടുതൽ താരാട്ടുപാടി ഉറക്കിയിട്ടുള്ളത് ഞാനാണ്. ഒരിക്കലും അവളുടെ ഒരിഷ്ടത്തിനും ഞാൻ എതിര് നിന്നിട്ടില്ല. ഒടുവിൽ എനിക്ക് അവളെ നേരത്തെ വിട്ടിട്ട് പോകേണ്ടി വന്നു. എൻ്റെ കുഞ്ഞിപ്പോൾ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാം അവള് സഹിക്കും. പക്ഷേ കൃഷ്ണൻ ഉപേക്ഷിച്ചിട്ട് പോയത്. അതാണ് എൻ്റെ മകളെ തളർത്തിയത്. ഞാനിത് നേരത്തെ ഭയപ്പെട്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ആ കണ്ണുനീരിനോടൊപ്പം തന്നെ ആ താമരയിൽ നിന്ന് താൻ ഉയർത്തിയെടുത്ത ആ മകള് ഒരു കൊച്ചു കുഞ്ഞായി തൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന മകള്. ആ മകളാണ് ഇപ്പൊ ആ മനുഷ്യന്റെ നെഞ്ചിൽ താൻ താരാട്ടുപാടി ഉറക്കിയ എൻ്റെ മകള്. തീർച്ചയായിട്ടും അവൾ ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞായി മാറിയിരിക്കുന്നു. ഒരച്ഛൻ്റെ സ്നേഹം അവൾ ആഗ്രഹിക്കുന്നു. പക്ഷേ മകളെ ഞാൻ എങ്ങനെ തരാനാണ്? പക്ഷേ അദൃശ്യനായി ഈ അച്ഛൻ ഇവിടെ ഉണ്ടാകും. തീർച്ചയായിട്ടും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകരും ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ അച്ഛൻ നിങ്ങൾക്കൊരു ദുഃഖം വരുമ്പോൾ ആ അച്ഛന് മറ്റൊരു ലോകത്തുണ്ടെങ്കിൽ അവിടെ ഇരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ആ മനുഷ്യൻ വരും, നിങ്ങളുടെ അടുത്തിരിക്കും, നിങ്ങളെ ചേർത്ത് വയ്ക്കും. അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ, ആത്മാവുണ്ടെങ്കിൽ, മറ്റൊരിടത്താണെങ്കിൽ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞാൽ പരലോകത്തിരിക്കുന്ന നിങ്ങളുടെ പിതാവ് വരും. നിശ്ചയമായും നിങ്ങളെ ആ മനുഷ്യൻ ചേർത്ത് വയ്ക്കും. കാരണം നിങ്ങളുടെ കണ്ണീര് താങ്ങാൻ ഓർമ്മിക്കുക. അമ്മയേക്കാൾ സഹിക്കാൻ പറ്റാത്തത് ആരാണ്? അച്ഛനാണ് സഹിക്കാൻ പറ്റാത്തത്. ആ മനുഷ്യൻ, ആ വൃഷഭാനു തൻ്റെ മകളുടെ സങ്കടം കണ്ടു വന്നതാണ്. നിശ്ചയമായും ആ മനുഷ്യന്റെ മനസ്സിൽ ഒരു താരാട്ടുണർന്നു കാണും. തൻ്റെ ഉള്ളിൽ, തൻ്റെ നെഞ്ചിൽ കിടക്കുന്ന തൻ്റെ രാധ അദ്ദേഹത്തിന് ഇപ്പോൾ വളർന്നു വലുതായ രാധയല്ല, കുഞ്ഞാണ്. അതെ, നിങ്ങളെ വിട്ട് മറ്റൊരു ലോകത്തേക്ക് പോകുന്ന ഏതൊരച്ഛനും കുഞ്ഞാണ് അദ്ദേഹം രാധാറാണിയുടെ ശിരസ് തലോടി കവിളിൽ തട്ടി, ഉറങ്ങട്ടെ എൻ്റെ കുഞ്ഞുറങ്ങട്ടെ, കണ്ണേ ഉറങ്ങുറങ്ങ്, പൊന്നോമന കുഞ്ഞേ ഉറങ്ങുറങ്ങ്, കണ്ണനെ കണ്ട് ചിരിച്ചും കൊണ്ടോ മനമുത്തുറങ്ങ്, കണ്ണേ ഉറങ്ങുറങ്ങ്, പൊന്നോമന കുഞ്ഞേ ഉറങ്ങുറങ്ങ്, കണ്ണനെ കണ്ട് ചിരിച്ചും കൊണ്ടോ മനമുത്തുറങ്ങ്, താമരത്തുമ്പിയായി പറന്നോടാൻ ആലില കുഞ്ഞുറങ്ങ്, സൂര്യനും ചന്ദ്രനും പോൽ ഉറങ്ങുറങ്ങാരിരാരോ, രാരിരാരോ 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 രാരിരാരോ, കണ്ണേ ഉറങ്ങുറങ്ങ്, പൊന്നോമന കുഞ്ഞേ ഉറങ്ങുറങ്ങ്, കണ്ണനെ കണ്ട് ചിരിച്ചും കൊണ്ടോ മനമുത്തുറങ്ങ്. അതേ, അദൃശ്യമായി വൃഷഭാനു എന്ന മനുഷ്യന്റെ ഉള്ളിലുണർന്ന ഏതോ ഒരു താരാട്ടുപാട്ട് അത് മയക്കത്തിൽ രാധാറാണി അറിഞ്ഞതുപോലെയാണ്. തിരിഞ്ഞു കിടന്ന് അദൃശ്യനായ തൻ്റെ പിതാവിനെ ഇങ്ങനെ ചേർത്ത് വെച്ച് കിടക്കുകയാണ് രാധാറാണി. ആ ഉറക്കത്തിൽ എപ്പോഴോ അങ്ങനെ ചേർത്ത് വെച്ച് കിടക്കുകയാണ്. വൃഷഭാനുവിൻ്റെ കണ്ണുകളിൽ നിന്ന് വീണ്ടും കണ്ണുനീർത്തുള്ളികൾ അടർന്നു വീണു. കണ്ണേ ഉറങ്ങുറങ്ങ്,
പൊന്നോമന കുഞ്ഞേ ഉറങ്ങുറങ്ങ്, കണ്ണനെ കണ്ടു കണ്ടു ചിരിച്ചും കൊണ്ടോ മനമുത്തുറങ്ങ്. താമരത്തുമ്പിയായി പറന്നോടാൻ ആലില കുഞ്ഞുറങ്ങ്, സൂര്യനും ചന്ദ്രനും പോൽ ഉറങ്ങുറങ്ങാരിരാരോ, രാരിരാരോ 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 രാരിരാരോ. കൃഷ്ണൻ ഈ രംഗം കാണുകയാണ്, കൃഷ്ണൻ ഈ രംഗം കാണുകയാണ്. കൃഷ്ണന്റെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു, കൃഷ്ണന്റെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. കൃഷ്ണൻ അവിടെ നിന്ന് വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് ചെന്ന് തൻ്റെ ശിരസിലേക്ക് കൈകൾ എടുത്തു വെച്ചിട്ട് ആ വൃക്ഷത്തിലേക്ക് ഇങ്ങനെ ആഞ്ഞടിച്ചിട്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ ഏങ്ങിക്കരഞ്ഞു, ഒരു കൊച്ചുകുട്ടിയെ പോലെ ഏങ്ങിക്കരഞ്ഞു. കൃഷ്ണൻ തന്നോട് തന്നെ ചോദിച്ചു, ശരിയാണോ ഞാൻ ചെയ്തത്, ശരിയാണോ? അവളുടെ മനസ്സും ശരീരവും എല്ലാം എനിക്ക് തന്നു. ഈ ഒരു അവസരത്തിൽ ഞാൻ വേണ്ടായിരുന്നു അവളുടെ കൂടെ. അവളെപ്പോലെ എന്നെ സ്നേഹിച്ചത് ആരാണ്? ഞാൻ രുക്മിണി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു, ശൈബ്യ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഒരു വിരൽപ്പാടകലെ ദ്രൗപദി നിപ്പുണ്ട്. അവർക്കെല്ലാം എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഉദ്ദേശം. പക്ഷേ അവർക്കാർക്കും ഒരിക്കലും രാധ പ്രണയിക്കുന്നത് പോലെ എന്നെ പ്രണയിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇനി കഴിയത്തതുമില്ല. കൃഷ്ണന് തെറ്റുപറ്റിയോ? അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകി. അദ്ദേഹം പറഞ്ഞു, രാധേ. കൃഷ്ണൻ പറഞ്ഞു, രാധേ, ഈ കൃഷ്ണനോട് നീ ക്ഷമിക്കുക. എനിക്കറിയാം നിനക്ക് മാത്രമേ കൃഷ്ണനോട് ക്ഷമിക്കാൻ കഴിയൂ. രാധേ, നിന്റെ കാര്യത്തിൽ എൻ്റെ മാതാവ് ദേവകിയമ്മയ്ക്കും എൻ്റെ സഹോദരൻ ബലഭദ്രൻ ജ്യേഷ്ഠന് പോലും എന്നോട് ഇതുവരെയും ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നെ ഒരു നിഴൽ പോലെ പിന്തുടരുന്ന ഉദ്ധവന് പോലും എന്നോട് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവൻ നിന്റെ ഉത്തമ ഭക്തനായി മാറിയിരിക്കുകയാണ്. അതിലെനിക്ക് സന്തോഷവുമാണ് രാധേ. ആർക്കും നിന്റെ കാര്യത്തിൽ എന്നോട് ക്ഷമിച്ചിട്ടില്ല. വസുദേവ പിതാവ് ക്ഷമിച്ചിട്ടില്ല, മാതാവ് ദേവകി ക്ഷമിച്ചിട്ടില്ല എന്നോട്. ബലഭദ്ര ജ്യേഷ്ഠൻ, ബലരാമൻ ജ്യേഷ്ഠൻ എന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല. എൻ്റെ മാതാവ് യശോദാമ്മ എന്നോട് ക്ഷമിക്കില്ല, നന്ദഗോപര് ക്ഷമിക്കില്ല. രാധേ, ഞാൻ അറിയുന്നു വൃന്ദാവനത്തിലെ ഒരാൾ പോലും എന്നോട് ക്ഷമിക്കില്ല. എന്തിനു പറയുന്നു, വൃന്ദാവനത്തിലെ പൈക്കള് പോലും എന്നോട് ക്ഷമിക്കില്ല. എനിക്കറിയാം രാധേ. പക്ഷേ ഈ ലോകം മുഴുവനും എന്നെ വെറുത്താലും, ഈ ലോകത്ത് നിന്നെ ഞാൻ ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ ആരൊക്കെ എന്നെ കുറ്റപ്പെടുത്തിയാലും, എന്നെ കുറ്റപ്പെടുത്താത്ത ഒരേ ഒരാളെ ഈ ഭൂമിയിലുള്ളൂ, ഈ ഭൂമിയിൽ. അത് രാധേ നീയാണ്. ഇന്നീ കൃഷ്ണൻ ഏറ്റവും കൂടുതൽ കൊതിക്കുന്നത് രാധേ നിന്റെ നിന്റെ കണ്ണനുണ്ണി എന്ന വിളിയാണ്. പക്ഷേ അതിന് പകരം നീ എന്നെ രാജാവേ എന്ന് വിളിച്ച് തളർത്തിക്കളയുകയാണ് രാധേ. നീ ഇല്ലാത്ത ഞാൻ അപൂർണനാണെന്ന് തിരിച്ചറിയുന്നു. ഞാൻ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ചതിലൂടെ രാധേ നിന്നെ സ്വന്തമാക്കാൻ കഴിയാത്തത്ര എന്നിൽ നിന്ന് തന്നെ ഞാൻ തന്നെയാണ് അകറ്റിയത്. കൃഷ്ണൻ അവിടെ നിന്ന് കരഞ്ഞതിന് ശേഷം കൃഷ്ണൻ ഒരു തീരുമാനമെടുത്തു. അതെ, കൃഷ്ണന്റെ സന്ദേശവുമായി ആ 2 പ്രാവുകൾ രണ്ടിടത്തേക്ക് പറന്നു. ഒന്ന് രാധാറാണിയുടെ അടുക്കലേക്ക്, മറ്റൊന്നാകട്ടെ ദ്വാരകയിലേക്ക്. വ്യക്തമായ ഉദ്ദേശത്തോടെയാണ് ദ്വാരകയിലേക്ക് കൃഷ്ണൻ അയച്ചത്. ഇവിടെ വൃഷഭാനുവിന്റെ മടിയിൽ കിടന്നുറങ്ങുകയാണ്. അതെ, രാധാറാണി ഇനി സുരക്ഷിതയാണ്. ഇനി നിങ്ങളെ ഞാൻ വീണ്ടും കൂട്ടിക്കൊണ്ടു പോവുകയാണ്.
ഉദ്ധവൻ അവിടെ നിന്ന് പോയതോടുകൂടി തകർന്നു പോയ 2 പെൺകുട്ടികളുണ്ട് അവിടെ, കപില, പിങ്കള. കപില, പിങ്കള. അതിനുശേഷം അവരാഹാരം പോലും കഴിക്കാൻ മടി കാണിച്ചു. അവർക്കെപ്പോഴും നിലവിളിയാണ്. അവരുടെ സങ്കടം കണ്ടിട്ട് അവരുടെ മാതാവായ രാവിക വന്നിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ പേടിക്കണ്ട, അവൻ തിരിച്ചു വരും, ഉദ്ധവൻ തിരിച്ചു വരും, അവനെ പശുപതി രക്ഷിക്കും. ഈ അവസരത്തില് കപിലയും പിങ്കളയും ചീറിക്കൊണ്ടാണ് രാവികയുടെ അടുത്ത് ചെന്നത്. മിണ്ടിപ്പോകരുത്, പശുപതി രക്ഷിക്കുമത്രേ. അങ്ങനെ പശുപതി രക്ഷിക്കുമെങ്കിൽ നിങ്ങളുടെ മകൻ ഈ മണിമാനെ നിങ്ങൾ വിടാഞ്ഞതെന്ത്? അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ വിടാഞ്ഞതെന്ത്? ഈ നാഗക്കൂട്ടത്തിൽ നിന്ന് ഒരാളെങ്കിലും ഉദ്ധവന്റെ കൂടെ പോകാഞ്ഞതെന്ത്? നന്ദിയില്ലാത്ത ഭീരുക്കളാണ് നിങ്ങൾ, മിണ്ടിപ്പോകരുത്. അപ്പോൾ മണിമാൻ പറഞ്ഞു, നോക്കൂ, ഉദ്ധവൻ പോയത് കൃഷ്ണന്റെ ഇഷ്ടപ്രകാരമാണ്. കൃഷ്ണൻ ഒരു നിർദ്ദേശം കൊടുത്തതുകൊണ്ട് അത് പാലിക്കാൻ വേണ്ടിയാണ് ഉദ്ധവൻ പോയത്. അതിന് നീ ഞങ്ങളടുത്ത് ഇങ്ങനെ പറഞ്ഞാലോ? അപ്പൊ പിങ്കള പറഞ്ഞു, ഭീരു, നീ ഉദ്ധവന്റെ കൂടെ പോയില്ല എന്ന് മാത്രമല്ല, ന്യായം കണ്ടെത്തുന്നു. കണ്ടില്ലേ നീ? കൃഷ്ണൻ ആത്മസുഹൃത്താണ്. ആ കൃഷ്ണന്റെ ഒരു വാക്കിന് വേണ്ടി തന്നെ രാക്ഷസന്മാര് തിന്നുമെന്നറിഞ്ഞിട്ട് പോലും അവിടെ പോയി. പക്ഷേ നിങ്ങളോ, നിങ്ങളുടെ 2 ഈ സഹോദരിമാര്, ആ 2 സഹോദരിമാരും ഉദ്ധവനെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞിട്ടും ഭീരുവായ നിങ്ങൾ മാറി നിന്നില്ലേ? അപ്പോൾ മണിമാൻ ഉത്തരം മുട്ടിപ്പോയി. മണിമാന് തന്നെ തോന്നി, ശരിയാണ്, ഞാൻ പോകേണ്ടതായിരുന്നു. അപ്പോൾ കപില, പിങ്കളയുടെ മാതാവായ രാവിക മുന്നേക്ക് വന്നു. രാവിക മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, നോക്കൂ മോളെ, നീ സത്യം ഉൾക്കൊള്ളണം. ഉദ്ധവൻ രാക്ഷസന്മാരുടെ ഇടയിലേക്കാണ് പോയിരിക്കുന്നത്. നിശ്ചയമായും രാക്ഷസന്മാരവരെ പിടികൂടും, ഭക്ഷണവുമാക്കി കാണും, അവനെ രാക്ഷസൻ തിന്നു കാണും. മോളെ, ഇനി നീ അവന് വേണ്ടി കാത്തിരിക്കരുത്. അപ്പോൾ മണിമാൻ പറഞ്ഞു, അത് തന്നെയാണ് സത്യം. നിന്റെ മുഖത്ത് നോക്കി അത് പറയാനുള്ളൊരു മടി കൊണ്ടാണ് പറയാതിരുന്നത്. ഉദ്ധവൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല, രാക്ഷസന്മാർക്ക് ഭക്ഷണമായി തീർന്നു. കുറച്ചു കഴിയുമ്പോൾ കപിലേ, പിങ്കളെ, നിങ്ങളിത് മറക്കും. നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കും. നിങ്ങൾ മറ്റൊരു വിവാഹത്തിന് തയ്യാറാകണം. ഞാനത് നടത്തിത്തരും. ഈ സമയത്ത് കപില ചീറിക്കൊണ്ട് ചെന്നിട്ട് പറഞ്ഞു, ഭീരുവായ മണിമാൻ, എന്താ പറഞ്ഞത്? ഞങ്ങൾ വേറൊരു വിവാഹം കഴിക്കാനോ? പ്രണയമെന്തെന്ന് നിനക്കറിയുമോ? അറിയില്ല. ഞങ്ങൾ 2 പേരും ഉദ്ധവനെ സ്നേഹിക്കുന്നു. ഞങ്ങൾ 2 പേരും ഉദ്ധവന്റെ ഭാര്യയാകാൻ ആഗ്രഹിക്കുന്നു. ഉദ്ധവൻ തിരിച്ചു വരില്ല എങ്കിൽ എന്തു ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ 2 പൗർണമിക്കാലം കാത്തിരിക്കും. 2 പൗർണമിക്കാലം ഞങ്ങൾ കാത്തിരിക്കും. എന്നിട്ടും ഉദ്ധവൻ വന്നില്ല എങ്കിൽ ഞങ്ങൾ 2 പേരും ഗംഗയിൽ ചാടി ഞങ്ങളുടെ ജീവിതം അവസാനിക്കും. ഞെട്ടിപ്പോയി രാവികയും മണിമാനും. എന്താ നിങ്ങൾ പറഞ്ഞത്? അതേ അമ്മേ, ഞങ്ങൾ ഉദ്ധവനെ സ്നേഹിക്കുന്നു. ഉദ്ധവൻ ദൈവത്തെ പോലെ കരുതുന്നു. ആ കൃഷ്ണൻ പറഞ്ഞിട്ടാണ് ഭീമസേനനെ തിരക്കി ഇറങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഉദ്ധവനെ ഈ രാക്ഷസന്മാരുടെ ഇടയിലേക്ക് ഈ കൃഷ്ണൻ എന്തിനാണ് എറിഞ്ഞു കൊടുത്തത്? കൃഷ്ണനെ പൊക്കൂടായിരുന്നോ? അങ്ങനെ പറഞ്ഞ് കൃഷ്ണനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. മണിമാന് മനസ്സിലായി തൻ്റെ സഹോദരിമാര് ആഴത്തിലാണ് ഉദ്ധവനെ പ്രണയിക്കുന്നത്. ഈ സമയത്ത് 2 പേര് വന്നിട്ട് പറഞ്ഞു, യാദവ യോദ്ധാക്കൾ ഇങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ മണിമാൻ ചോദിച്ചു, യാദവ യോദ്ധാക്കളോ? അതേ, യാദവന്മാരുടെ ഒരു സൈന്യം തന്നെ വരുന്നു. മണിമാൻ ചോദിച്ചു, എന്തിന്?
കൃഷ്ണൻ വരുന്നു, കൃഷ്ണൻ വരുന്നു, കൃഷ്ണൻ വരുന്നു, രാധയുടെ കൃഷ്ണൻ വരുന്നു. നാഗക്കൂട്ടത്തിലേക്ക് രാധയുടെ കൃഷ്ണൻ വരുന്നു. കൃഷ്ണൻ വരുന്നു എന്ന് കേട്ടപ്പോൾ കപിലയും പിങ്കളയും പിടഞ്ഞെഴുന്നേറ്റു. അവര് പറഞ്ഞു, കൃഷ്ണൻ വരുന്നു, കൃഷ്ണൻ വരുന്നു. ഭീരുവായ മണിമാനെ, ഉദ്ധവന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ ആർക്കേ സാധിക്കത്തുള്ളൂ? കൃഷ്ണനെ സാധിക്കൂ. കൃഷ്ണൻ വരുന്നു എന്നറിഞ്ഞ് ആര്യകനും കാർക്കോടകനും മണിമാനും എല്ലാവരും ചെന്നു. കൃഷ്ണൻ ആര്യകന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചു. എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ, മാരിഷയുടെ ചെറുമകനെ എഴുന്നേൽക്കൂ. മാരിഷയുടെ 2 ചെറുമക്കളും എൻ്റെ മുന്നിലെത്തിയിരിക്കുന്നു. ഉദ്ധവനും നീയും വരൂ, നിനക്ക് സ്വാഗതം. കൃഷ്ണന് ഗംഭീരമായ സ്വീകരണം കൊടുത്തു. അവിടെ മുഴുവനും ഒരു ഉത്സവ ലഹരിയായിട്ട് മാറി. അവര് ആര്യകനുമായിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഈ സംഭാഷണമൊക്കെ വളരെ രഹസ്യമായിട്ട് ആര് കേൾക്കുന്നുണ്ട്? കപിലയും പിങ്കളയും കേൾക്കുന്നുണ്ട്. അപ്പോൾ ആര്യകനോട് വിശേഷങ്ങളെല്ലാം കൃഷ്ണൻ ചോദിച്ചു. അങ്ങനെ മനസ്സിലാക്കി. അപ്പൊ സമീപത്ത് നിന്ന കാർക്കോടകനോട് കൃഷ്ണൻ ചോദിച്ചു, ഉദ്ധവനെവിടെ? ഉദ്ധവനെവിടെ? ഞാൻ ഉദ്ധവനെ തിരക്കിയാണ് വന്നത്. കപിലയുടെയും പിങ്കളുടെയും നെഞ്ചൊന്നു പിടഞ്ഞു. കാർക്കോടകന്റെ മുഖം മങ്ങി, ആര്യകന്റെ മുഖം മങ്ങി. അപ്പോൾ അവര് പറഞ്ഞു, ഉദ്ധവൻ, ഉദ്ധവൻ. അപ്പോൾ ചോദിച്ചു, എന്താണ്? ഉദ്ധവൻ എവിടെ? ഉദ്ധവനെ കാണാനാണ് ഞാൻ വന്നത്. അപ്പോൾ പറഞ്ഞു, അത് ഈ സമയത്ത് ആ കപിലയും പിങ്കളയും പൊട്ടിക്കരഞ്ഞു. ആ കരച്ചിൽ കേട്ടിട്ട് കൃഷ്ണൻ അങ്ങോട്ടേക്ക് നോക്കി. അവരോട് പറഞ്ഞു, സഹോദരികളെ വരൂ, വരൂ, നിങ്ങൾ എന്തിനാണ് കരഞ്ഞത്? അപ്പൊ കപിലയും പിങ്കളയും പറഞ്ഞു, ഈ ഭീരുക്കൾക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരം പറയാൻ പറ്റില്ല. കൃഷ്ണ, നിങ്ങളെന്ന് പറഞ്ഞാൽ ഉദ്ധവന് പ്രാണനാണ്, നിങ്ങളെന്ന് പറഞ്ഞാൽ ഉദ്ധവന് പ്രാണനാണ്. എന്നിട്ടും രാക്ഷസന്മാർക്ക് തിന്നാൻ വേണ്ടി ഇട്ടുകൊടുത്തില്ലേ? കൃഷ്ണൻ ചോദിച്ചു, രാക്ഷസന്മാർക്ക് തിന്നാനോ? അതെ, നിങ്ങൾ പറഞ്ഞല്ലോ ഭീമസേനനെ കണ്ടുപിടിക്കണമെന്ന്. ഇവിടെ ഒരു രാക്ഷസ കുട്ടിയെ കൊണ്ടുവന്നു. അവൻ ഭീമനെ കുറിച്ച് എന്തോ പറഞ്ഞു. അത് കേട്ടപ്പോൾ പറഞ്ഞു, കൃഷ്ണൻ പറഞ്ഞു വിട്ടതാണ്. കൃഷ്ണൻ എന്നെ പറഞ്ഞു വിട്ടത് ഇതിനു വേണ്ടിയാണ്. ഞാൻ ഈ രാക്ഷസ കുട്ടിയുടെ കൂടെ പോകുന്നു. എല്ലാവരും പറഞ്ഞു രാക്ഷസന്മാര് മനുഷ്യരെ കണ്ടാൽ തിന്നും. അപ്പോൾ പറഞ്ഞു, എന്നെ കൃഷ്ണൻ ഏൽപ്പിച്ച ജോലിയാണ്, അങ്ങനെ തിന്നുന്നെങ്കിൽ തിന്നട്ടെ, ഞാൻ പോകുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി തിരക്കിപ്പോയി. കൃഷ്ണൻ പറഞ്ഞു, ഉദ്ധവൻ അങ്ങനെയാണ്, ഉദ്ധവൻ അങ്ങനെയാണ്, അവൻ എനിക്കെന്നും പ്രിയപ്പെട്ടവനാണ്. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉദ്ധവൻ, ഞങ്ങളുടെ ഉദ്ധവൻ രാക്ഷസന്മാരുടെ ഇടയിലേക്കല്ലേ പോയത്? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നാളെ ഞാൻ ഉദ്ധവനെ തിരക്കി രാക്ഷസന്മാരുടെ ഇടയിലേക്ക് പോവുകയാണ്. അപ്പോൾ കപിലയും പിങ്കളയും പറഞ്ഞു, എന്തിന്? ഞങ്ങളുടെ ഉദ്ധവനെ തിന്നു കാണില്ലേ രാക്ഷസന്മാര്? അപ്പോൾ കൃഷ്ണൻ ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, സഹോദരിമാരെ, ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഉദ്ധവനൊന്നും സംഭവിക്കില്ല. ഉദ്ധവൻ എൻ്റെ മാത്രം പ്രിയപ്പെട്ടവനല്ല, എനിക്ക് പ്രിയപ്പെട്ട രാധയുടെയും പ്രിയപ്പെട്ടവനാണ്. നിശ്ചയമായും അവനൊരാപത്ത് വന്നാൽ രാധ അടങ്ങിയിരിക്കില്ല. അപ്പൊ കപിലയും പിങ്കളയും ചോദിച്ചു, രാധയോ? അതാര്? അപ്പോൾ പറഞ്ഞു, അതെ, രാധ. അവൾ എനിക്ക് പ്രിയപ്പെട്ടവൾ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ. അവൾ ഉള്ളിടത്തോളവും ഞാൻ ഉള്ളിടത്തോളവും കാലം ഒന്നും സംഭവിക്കില്ല. ഉദ്ധവനെ ഞാൻ പോയി കൊണ്ടുവന്നിരിക്കും. അപ്പം മണിമാൻ പറഞ്ഞു, ഞാനും വരുന്നു. അപ്പോൾ കപില പറഞ്ഞു, പേടിത്തൊണ്ട, ഇതുവരെ അങ്ങോട്ട് പോകാതിരുന്നപ്പോൾ ധീരനായ കൃഷ്ണൻ വന്നപ്പോൾ നിങ്ങൾ പോകാമെന്ന് പറയുന്നു.
കൃഷ്ണൻ നോക്കി, കൃഷ്ണൻ അവരെ നോക്കി. കൃഷ്ണൻ വിചാരിച്ചു എന്ത് ഉദ്ധവനാള് കൊള്ളാമല്ലോ. അല്ല, അപ്പൊ കൃഷ്ണൻ ചോദിച്ചു, സഹോദരിമാരെ നിങ്ങൾക്ക് ഉദ്ധവനെ അത്രയ്ക്ക് ഇഷ്ടമാണോ? അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു, ഞങ്ങൾ 2 പൗർണമിക്കാലം കാത്തിരിക്കും. ഉദ്ധവൻ തിരികെ വന്നില്ല എന്നുണ്ടെങ്കിൽ നിശ്ചയമായും ഞങ്ങൾ ഗംഗാ നദിയിൽ ചാടി ജീവൻ ഒടുക്കും. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ എവിടെയും ചാടി ജീവൻ ഒടുക്കണ്ട, ഉദ്ധവനെ ഞാൻ തിരികെ കൊണ്ടുവന്നിരിക്കും, ഞാനാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞു, സാത്യകി നമുക്ക് നാളെ പുറപ്പെടണം, നമ്മുടെ ഉദ്ധവനെ തേടി പുറപ്പെടണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നാഗക്കൂട്ടങ്ങൾക്ക് ഉത്സാഹമായി. അവർക്കല്ലെങ്കിൽ തന്നെ കൃഷ്ണനെ ഇഷ്ടപ്പെട്ടു. ചടുലമായ വാക്കുകൾ, പ്രസന്നമായ മുഖഭാവം, കപിലയുടെയും പിങ്കളുടെയും മുഖത്തൊരു ആത്മവിശ്വാസം വരുന്നു. അതേ, ഈ കൃഷ്ണൻ സാധാരണക്കാരനല്ല, ഈ കൃഷ്ണൻ സാധാരണക്കാരനല്ല, ഈ കൃഷ്ണൻ നിശ്ചയമായും അവരെ തിരിച്ചു കൊണ്ടുവരും, എനിക്കത് ഉറപ്പാണെന്നൊരു ചിന്ത വന്നു. അപ്പോൾ എല്ലാ നാഗക്കൂട്ടങ്ങളും വരാൻ തയ്യാറായി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, സാത്യകി ഇതിൽ നിന്ന് 100 നാഗന്മാരെ നീ തിരഞ്ഞെടുക്കൂ നമ്മളോടൊപ്പം വരാൻ. കൃഷ്ണന്റെ കൂടെ ഗരുഡന്മാരുണ്ട്, അതിൽ നിന്ന് 5 ഗരുഡന്മാരെ തിരഞ്ഞെടുത്തു. അപ്പോൾ കാർക്കോടകൻ പറഞ്ഞു, ഞങ്ങളും കൂടെ വരാം. അപ്പോൾ പറഞ്ഞു, ഗ്രാമത്തിന്റെ അതിർത്തി വരെ വന്നാൽ മതി. അങ്ങനെ കാർക്കോടകനും കൂട്ടരും മറ്റു നാഗസൈന്യങ്ങളുമെല്ലാം ലാഹൂറിയ വരെ കൃഷ്ണന്റെ അടുക്കലെത്തി, കൂടെ എത്തി. ലാഹൂറിയയിലെത്തിയപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ പോകട്ടെ, ഞാൻ പോയിട്ട് വരാം. ദേ കണ്ടില്ലേ, ഞങ്ങൾ കാട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ കപിലയും പിങ്കളയും പറഞ്ഞു, ഞാനും വരുന്നു, ഞങ്ങളെയും കൊണ്ടുപോകൂ. കൃഷ്ണൻ വാത്സല്യത്തോടെ നോക്കിയിട്ട് പറഞ്ഞു, ഉദ്ധവൻ എനിക്ക് പ്രിയപ്പെട്ടവരാണ്, അവനെ ഇത്രമേൽ സ്നേഹിക്കുന്ന 2 പെൺകുട്ടികൾ ഞാൻ സംതൃപ്തനായി. അവനെ പൊന്നുപോലെ നിങ്ങൾ നോക്കുമെന്ന് എനിക്കറിയാം, തൽക്കാലം നിങ്ങൾ വരണ്ട. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ വരും. അപ്പൊ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വന്നാൽ നിങ്ങളെ ചിലപ്പോൾ രാക്ഷസന്മാര് പിടിച്ചു നിന്നാലോ, ഉദ്ധവൻ അവിടെ ജീവനോടിരിക്കുകയായിരിക്കും. അപ്പോൾ പിന്നെ ഉദ്ധവൻ ആരെ കല്യാണം കഴിക്കും? അപ്പോൾ കപിലയും പിങ്കളയും കൃഷ്ണനെ ഒന്ന് നോക്കി. വളരെ മനോഹരമായിട്ട് ഇവന് സംസാരിക്കാൻ അറിയാം. കപിലയും പിങ്കളയും പറഞ്ഞു, ഞങ്ങളെ കൊണ്ടുപോ, ഞങ്ങളും വരുന്നു. കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ ഉദ്ധവനെയും കൊണ്ടേ മടങ്ങി വരൂ സഹോദരി, അല്പം പോലും നിങ്ങൾ വിഷമിക്കണ്ട, ഉദ്ധവനെയും കൊണ്ടേ ഞാൻ ഇവിടെ എത്തൂ. അപ്പോൾ അവരുടെ കണ്ണുകൾ തിളങ്ങി. അതെ, ആ ഗ്രാമാതിർത്തി വിട്ട് കൃഷ്ണനും നാഗക്കൂട്ടങ്ങളും അതിലേക്ക് പ്രവേശിച്ചു. കിഴുക്കാം തൂക്കായ പാറ, കൃഷ്ണൻ ആ പാറയുടെ മുകളിലെത്തി, കൂടെ മറ്റുള്ളവരുമെത്തി. ഈ സമയത്ത് കൃഷ്ണൻ തൻ്റെ പാഞ്ചജന്യം എന്ന ശംഖെടുത്തു. ആ ശംഖെടുത്ത് ഉച്ചത്തിൽ മുഴക്കി. ഈ സമയത്ത് ഉദ്ധവൻ അവിടെയുള്ള രാക്ഷസന്മാരുടെ ഒരു പറ്റം ആൾക്കാർ ഭീമസേനൻ പറഞ്ഞയച്ചതാണ് ഇവരെ നാഗക്കൂട്ടങ്ങളുടെ അവിടം വരെ കൊണ്ടാക്കാൻ കാവലായിട്ട്. അവരുമായി നടന്നു വരികയാണ്. കൃഷ്ണന്റെ പാഞ്ചജന്യത്തിന്റെ ശബ്ദം കേട്ടതും കൂടെ വന്ന് അവർ പേടിച്ചുപോയി. അവരതൊക്കെ താഴെ ഇട്ടിട്ട് ഓടിക്കളഞ്ഞു. ഉദ്ധവൻ സന്തോഷം കൊണ്ട് മതിമറന്നു. കൃഷ്ണൻ വന്നിരിക്കുന്നു, എൻ്റെ കൃഷ്ണൻ വന്നിരിക്കുന്നു, എൻ്റെ കൃഷ്ണൻ വന്നിരിക്കുന്നു. ഉദ്ധവൻ തിരിച്ചു ഉച്ചത്തിൽ കൂവി. ഉദ്ധവൻ അവിടെ നിന്ന് വിളിച്ചു, കൃഷ്ണ. കൃഷ്ണൻ ആ ശബ്ദം കേട്ടു. കൃഷ്ണൻ ആ പാറയുടെ മുകളിൽ നിന്ന് വിളിച്ചു, ഉദ്ധവ. കൃഷ്ണൻ ആ കിഴുക്കാൻ തൂക്കായ മല ഓടിയിറങ്ങി. നാഗക്കൂട്ടങ്ങൾ അമ്പരന്നു പോയി. ഈ മനുഷ്യൻ വന്നപ്പോൾ തന്നെ അത്ഭുതം. നമ്മളെല്ലാം രാക്ഷസന്മാര് തിന്നു എന്ന് കരുതിയ ഉദ്ധവനെ തിരികെ കൊണ്ടുവരികയാണ്. കൃഷ്ണൻ ആ മല ഇറങ്ങി ഓടി വരുന്നത് കണ്ടു ഉദ്ധവൻ ഓടിച്ചെന്നു. കൃഷ്ണൻ ഉദ്ധവനെ ആലിംഗനം ചെയ്തു. രണ്ടുപേരും പരസ്പരം ആലിംഗനം ചെയ്തു. കൃഷ്ണ കൃഷ്ണ. കൃഷ്ണൻ പറഞ്ഞു, ഉദ്ധവ നിനക്കൊന്നും പറ്റിയില്ലല്ലോ. അപ്പൊ ഉദ്ധവൻ പറഞ്ഞു, പറ്റിയേനെ, എന്നെ രാക്ഷസന്മാര് തിന്നാൻ പോയതാണ്. ഞാൻ ഈ മരക്കൂട്ടത്തിന്റെ മുകളിലിരുന്നു. ഞാൻ തളർന്നു തുടങ്ങിയപ്പോൾ കൃഷ്ണ ഞാൻ രാധയെ വിളിച്ചു.
കൃഷ്ണൻ പറഞ്ഞു, രാധയോ? അതേ, ഞാൻ ഓം രാധായേ സ്വാഹ എന്ന് ജപിച്ചു. കൃഷ്ണ, പിന്നീട് നടന്നതൊക്കെ അത്ഭുതങ്ങളാണ്. കൃഷ്ണ, ഞാൻ ഒന്ന് പറയാം, രാധ ഒരു സാധാരണ വൃന്ദാവന പെൺകുടിയല്ല, ദേവതയാണ്, ദേവതയാണ് കൃഷ്ണ. കൃഷ്ണൻ പറഞ്ഞു, ഉദ്ധവ, നീ കാര്യങ്ങൾ വ്യക്തമാക്കി പറയൂ. അപ്പോൾ പറഞ്ഞു, ഇവിടെ നിന്നും 34 യോജനയ്ക്കപ്പുറമുള്ള സ്ഥലത്തേക്ക് പോവുകയും ഈ ബാലൻ, ഈ നിൽക്കുന്ന ബാലനാണ് വന്നത്, നികുംബൻ, അവൻ അവിടെ എത്തുകയും അവിടെ നിന്ന് ഭീമസേനൻ ചേട്ടനെ ഇവിടം വരെ കൊണ്ടുവരികയും ചെയ്തു. കൃഷ്ണ, സാധാരണഗതിയിൽ ഒരാൾക്ക് എങ്ങനെ പോയാലും 2 ദിവസത്തിൽ കൂടുതൽ എടുക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തളർന്ന അവശനായിരുന്നു. ആ അവശതയിൽ ഞാൻ താഴെ വീണ് മരിക്കാറായിരിക്കുന്ന സമയമാണ്. പക്ഷേ കൃഷ്ണ, ഏറിയാൽ 5-10 നിമിഷം അതിനുള്ളിൽ ഈ ബാലൻ അവിടെ ചെന്ന് ഭീമൻ ജ്യേഷ്ഠനെയും കൂട്ടി ഇവിടെ എത്തുന്നത് എങ്ങനെയാണ് കൃഷ്ണ? എങ്ങനെയാണ് കൃഷ്ണ? കൃഷ്ണ, രാധദേവതയാണ്, രാധദേവതയാണ്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, എല്ലാ അർത്ഥത്തിലും അവള് ദേവതയാണ്, എല്ലാ അർത്ഥത്തിലും അവള് ദേവതയാണ്. ഉദ്ധവ, നീ രാധയ്ക്ക് പ്രിയപ്പെട്ടവരാണ്, രാധയ്ക്ക് പ്രിയപ്പെട്ടവരെല്ലാം എനിക്കും പ്രിയപ്പെട്ടവരാണ്. കൃഷ്ണനാണ് പറയുന്നത്, രാധാഭക്തരെല്ലാം എനിക്ക് പ്രിയപ്പെട്ടവരാണെന്ന് പറഞ്ഞ് ഒരിക്കൽ കൂടി ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ല, ഇതെന്താണ് ഈ സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അതറിഞ്ഞില്ലേ, ഭീമൻ ജ്യേഷ്ഠൻ ഇവിടെ രാക്ഷസന്മാരുടെ രാജാവാണ്. അപ്പൊ ചോദിച്ചു, രാക്ഷസന്മാരുടെ രാജാവോ? ഭീമൻ ജ്യേഷ്ഠൻ കാട്ടി വന്ന് എങ്ങനെയാണ് രാജാവായത്? അപ്പൊ ഉദ്ധവരെല്ലാ കഥകളും പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ദേ, നാഗക്കൂട്ടങ്ങളുടെ അടുക്കലേക്ക് ഈ രാക്ഷസന്മാരെ അയക്കുകയാണ്. ഭീമസേന മഹാരാജാവ്, വൃഗോദര മഹാരാജാവ് കർശനമായ നിർദ്ദേശം ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി മുതൽ നാഗക്കൂട്ടങ്ങളെ രാക്ഷസന്മാര് ഭക്ഷിക്കാൻ പാടില്ല. രാക്ഷസന്മാരും നാഗക്കൂട്ടങ്ങളും ഒന്നാണ്. ദാണ്ടെ അതിൻ്റെ പ്രതീകമായിട്ട് ഭീമസേന മഹാരാജാവ് കുറെ സമ്മാനം തന്നയച്ചിരിക്കുന്നു. ഇത് മുഴുവനും കുറുക്കന്മാരുടെ തോലുകളാണ്. എല്ലാ മാസവും 50 കുറുക്കന്മാരുടെ തോലുകൾ കൊടുത്തയക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് 50 ആടുകളെ, ആ 50 ആടുകളുടെ ശിരസ് കൊടുത്തയക്കണം. അത് സൗഹൃദത്തിനെ ഊട്ടി ഉറപ്പിക്കും. ഇനി മുതൽ ഒരിക്കലും ഒരു കാരണവശാലും ഒരു നാഗന്മാരെയും എന്തു ചെയ്യില്ല, ഇവര് രാക്ഷസന്മാര് തിന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ആഹാ, അപ്പൊ കൂടി നിന്ന നാഗന്മാർ ആർത്തു വിളിച്ചു, അയ്യോ, ഇനി തൊട്ട് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് നടക്കാം, രാക്ഷസന്മാരെ പേടിക്കണ്ട. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ഭീമസേനൻ ജ്യേഷ്ഠൻ പറഞ്ഞു, ഇനി 1 വർഷത്തേക്ക് അങ്ങോട്ടേക്ക് വരില്ല. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അത് മതി. അപ്പൊ ചോദിച്ചു, എന്താണ് കാരണം? അടുത്ത വർഷം മാർഗഴി മാസത്തില് ദ്രൗപദി, കൃഷ്ണയുടെ സ്വയംവരം, ആ കൃഷ്ണയുടെ സ്വയംവരത്തിൽ അർജുനൻ പങ്കെടുക്കണം. അർജുനൻ പങ്കെടുത്തിട്ട് അതിനകത്ത് സാന്ദീപമുനി വെച്ചിരിക്കുന്ന ലക്ഷ്യം അർജുനൻ എഴുതിടണം, അവൻ ദ്രൗപദിയെ വിവാഹം കഴിക്കണം. അപ്പോൾ ചോദിച്ചു, കൃഷ്ണ, അങ്ങല്ലേ ദ്രൗപദിയെ വിവാഹം കഴിക്കാനായിട്ട് പോകുന്നത്? അങ്ങേ വിവാഹം കഴിക്കണമെന്നല്ലേ ദ്രൗപദി പറഞ്ഞത്? കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അർജുനൻ മത്സരത്തിൽ ജയിക്കട്ടെ, അവൻ ജയിക്കുന്നെങ്കിൽ അവൻ തന്നെ വിവാഹം കഴിക്കട്ടെ. അപ്പൊ ചോദിച്ചു, അങ്ങ് മത്സരത്തിൽ പങ്കെടുക്കുമോ? കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഉദ്ധവാ, അർജുനൻ പങ്കെടുക്കട്ടെ, അർജുനൻ ആദ്യം പങ്കെടുക്കട്ടെ. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യവും കൂടെ, ഭീമസേനൻ ജ്യേഷ്ഠൻ അവിടുന്ന് വിവാഹിതനായി. കൃഷ്ണൻ അത്ഭുതം കൂടി, ഈ ഭീമസേനൻ ജ്യേഷ്ഠൻ ആള് കൊള്ളാമല്ലോ. അപ്പോൾ പറഞ്ഞു, ഇവിടെ കാട്ടിൽ കഴിയുന്നതിൽ സന്തോഷമുള്ള ഒരേ ഒരാൾ ആരാണ്? ഭീമസേനൻ ജ്യേഷ്ഠനാണ്. അദ്ദേഹത്തിന് ഹിഡിംബിയിൽ ഒരു കുഞ്ഞും പിറക്കാൻ പോകുന്നു. അതിന് 6 മാസമായിട്ടേ വരുത്തുള്ളൂ. കൃഷ്ണൻ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് ഉദ്ധവനോട് പറഞ്ഞു, അതിരിക്കട്ടെ, നിന്നെയും കാത്ത് 2 പെൺകുട്ടികൾ അവിടെ ഇരിക്കുന്നു. അപ്പൊ ഉദ്ധവന്റെ മുഖമൊന്ന് മാറി. എന്താ ഉദ്ധവ, നീ അവരുടെ പ്രാണനാണ്. അപ്പോൾ പറഞ്ഞു, അങ്ങ് കൃഷ്ണ എന്തായി പറയുന്നത്? നീ അവരെ വിവാഹം കഴിക്കാൻ പോകുന്നു. കൃഷ്ണ, ഞാൻ 2 പേരെ വിവാഹം കഴിക്കാനോ?
അപ്പൊ കൃഷ്ണൻ പറഞ്ഞു അതിനെന്താണ്, അതിനൊന്നും കുഴപ്പമില്ല. കപിലയും പിങ്കളയും ഉദ്ധവ, നീ അവളെ വിവാഹം കഴിച്ചില്ലെങ്കിൽ അവർ ഗംഗയിൽ ചാടി മരിക്കാനിരിക്കുകയാണ്. രണ്ട് സുന്ദരികളായ പെൺകുട്ടികള്, അവരെ ഗംഗയിൽ ചാടിക്കല്ലേ ഉദ്ധവ എന്ന് പറഞ്ഞ് കൃഷ്ണൻ ഉദ്ധവനെ ചേർത്ത് പിടിച്ചു. അവര് തിരിച്ചു നടന്നു. അങ്ങനെ ഗ്രാമ അതിർത്തിയിലെത്തിയപ്പോൾ കാർക്കോടകനും കൂട്ടരും അവിടെ നിപ്പുണ്ട്. എല്ലാവർക്കും സന്തോഷമായി. പക്ഷെ ആ സമയത്ത് ഒരു കൂട്ടര് പറഞ്ഞു, അങ്ങോട്ടേക്കിതാ യാദവന്മാരുടെ രാജാവായ ചേകിതന വന്നിരിക്കുന്നു, ചേകിതന വന്ന് അവിടം പിടിച്ചടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണനോട് പറഞ്ഞു, എന്ത്, അങ്ങനെയാണോ കൃഷ്ണ, നമുക്കവരെ യുദ്ധത്തിൽ തോൽപ്പിക്കണം. കൃഷ്ണൻ പറഞ്ഞു, ഒരു യാദവന്മാരും ഇവിടെ വരില്ല, മറ്റെന്തോ സംഭവിച്ചിരിക്കുന്നു, അവര് തിരിച്ചു പോകും, അത് ഞാൻ തരുന്ന വാക്കാണെന്ന് പറഞ്ഞു. ഈ സമയം കൃഷ്ണൻ പറഞ്ഞു, കപില പിങ്കള എവിടെ? അപ്പൊ ആ സമയത്ത് കപിലയും പിങ്കളയും വന്നു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഞാനിതാ വാക്കു പാലിച്ചിരിക്കുന്നു. കപില പിങ്കള, ഇതാ നിങ്ങളുടെ ഉദ്ധവൻ. അവര് കപിലയും പിങ്കളയും വന്ന് കൃഷ്ണന്റെ പാദങ്ങൾ തൊട്ട് വണങ്ങിയപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നോക്കൂ കപില പിങ്കള, ഇവനെ ഞാൻ ഇപ്പൊ പോയി കൊണ്ടുവന്നു എന്നത് സത്യം, പക്ഷേ ഇവനെ രക്ഷിച്ചത് രാധയാണ്. അപ്പോൾ പറഞ്ഞു, രാധയോ? ഉദ്ധവൻ കപിലയും പിങ്കളെയും നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ രാധയെ ഭജിച്ചു. രാധയെ ഭജിച്ചാൽ ഈ നിൽക്കുന്ന കൃഷ്ണനും സംപ്രീതനാകും, രണ്ടുപേരും സംപ്രീതനാകും. അപ്പൊ കപില ചോദിച്ചു, എങ്ങനെ ഭജിക്കും? അപ്പോൾ പറഞ്ഞു, എന്നെ രാക്ഷസന്മാര് തിന്നാൻ വന്നപ്പോൾ ഞാൻ രാധയുടെ മന്ത്രം പറഞ്ഞു, ഓം രാധായേ സ്വാഹ. അപ്പോൾ ചോദിച്ചു, ഞാൻ ആ മന്ത്രം ചൊല്ലിയാൽ എനിക്ക് നിങ്ങളെ വിവാഹം ചെയ്ത് കിട്ടുമോ? കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, മിടുക്കി, കൊള്ളാമല്ലോ, തീർച്ചയായിട്ടും രാധയുടെ മന്ത്രം ആര് ചൊല്ലിയാലും അവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകും കപിലേ പിങ്കളേ എന്ന് പറഞ്ഞു. അപ്പോൾ കപിലയും പിങ്കളയും കൂടെ പറഞ്ഞു, അല്ലയോ രാധാറാണി, മഹാറാണി, ഞങ്ങൾക്ക് ഉദ്ധവനെ ഭർത്താവായി ലഭിക്കണം. ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ. അപ്പൊ കൃഷ്ണൻ കപിലയും പിങ്കളെയും നാഗക്കൂട്ടങ്ങളെയും നോക്കിയിട്ട് പറഞ്ഞു, അവക്ക് അതിനേക്കാൾ പ്രിയപ്പെട്ട ഒരു മന്ത്രമുണ്ട്. അപ്പൊ കപിലയും പിങ്കളയും ചോദിച്ചു, അത് ചൊല്ലിയാൽ ഉദ്ധവനെ കിട്ടുമോ? അപ്പോൾ പറഞ്ഞു, ഉദ്ധവനെ കിട്ടിക്കഴിഞ്ഞു. പക്ഷെ കപിലയ്ക്കും പിങ്കളയ്ക്കും ഒരു സംശയം, അന്ന് രാത്രി ഞങ്ങൾ ചെന്നിട്ട് പോലും വഴങ്ങാത്തവനാണ് ഉദ്ധവൻ. അപ്പൊ പിങ്കള പറഞ്ഞു, വല്ലാത്തൊരു മനസ്സാണ്, ഞങ്ങളെ സ്വീകരിക്കാതിരിക്കുമോ? ഞങ്ങൾ ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉദ്ധവനെ കിട്ടുമോ? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ആരെ മനസ്സിൽ വിചാരിച്ചിട്ട് ചൊല്ലിയാലും ഈ മന്ത്രം ചൊല്ലിയാൽ കിട്ടിയിരിക്കും. ഏതാ മന്ത്രം? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അത് വെറുതെ പറഞ്ഞാൽ പോരാ, അത് നൃത്തം ചവിട്ടി പറയണം. കപിലയും പിങ്കളയും എന്തിനും തയ്യാറാണ്. ഇതൊക്കെ കണ്ട് കാർക്കോടകനും മണിമാനും അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പൊ മണിമാൻ ചോദിച്ചു, ഞാൻ ഈ മന്ത്രം ചൊല്ലിയാൽ അസാമാന്യമായ അസ്ത്രവൈദഗ്ധ്യമുള്ളവനാകുമോ, പോരാളിയാകുമോ? കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ എന്ത് മനസ്സിൽ വിചാരിച്ചിട്ട് രാധയുടെ ഈ മന്ത്രം ചൊല്ലിയാലും നിശ്ചയമായും അത് നടന്നിരിക്കും. ഞാൻ കൃഷ്ണനാണ് പറയുന്നത്. രാധയുടെ മന്ത്രം ഉച്ചരിക്കുന്നവർ മാത്രമാണ് എനിക്ക് പ്രിയപ്പെട്ടവർ. എൻ്റെ മന്ത്രം മാത്രം പറഞ്ഞ് രാധയെ വിസ്മരിക്കുന്നവർ എനിക്ക് ശത്രുക്കളാകുന്നു എന്നറിയുക. രാധയില്ലാതെ കൃഷ്ണനില്ല എന്നറിയുന്ന വിഡ്ഢികളാണവർ. അതുകൊണ്ട് എന്ത് വിചാരിച്ചാലും നടക്കും. കാർക്കോടകന്റെ മുഖം തെളിഞ്ഞു. അങ്ങനെയാണോ? അതെ, എങ്കിൽ നമുക്ക് ഒത്തൊരുമിച്ച് ജപിക്കാം. കൃഷ്ണൻ പറഞ്ഞു, ജപിക്കാം. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ,
ഓ രാധേ രാധേ. അപ്പൊ കാർക്കോടകനും പിങ്കളയും മണിമാനും ആ തിരഞ്ഞെടുത്ത നാഗക്കൂട്ടത്തിലെ 100 സൈന്യങ്ങളും 5 ഗരുഡന്മാരും ഉദ്ധവന്റെ ഇത് കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് കൃഷ്ണൻ. ഉദ്ധവൻ എല്ലാം മതിമറക്കുകയാണ്, സകലതും മതിമറക്കുകയാണ്. ഏതോ ഒരു ഉന്മാദാവസ്ഥയിൽ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. അതേ കാർക്കോടകൻ, മണിമാനെ, നാഗക്കൂട്ടങ്ങള്, കപില, പിങ്കള, ഉദ്ധവൻ, കൃഷ്ണൻ എല്ലാവരും ഒന്നിച്ചു കൈകോർത്തു. അതെ, ഉദ്ധവൻ കൃഷ്ണന്റെ കയ്യിൽ കോർത്തു. അപ്പോൾ പിങ്കള ഓടി വന്ന് ഉദ്ധവന്റെ കയ്യിൽ പിടിച്ചു. അതെ, അപ്പോൾ കപില കൃഷ്ണന്റെ കയ്യിൽ പിടിച്ചു. കാർക്കോടകൻ വീണ്ടും വന്ന് അടുത്ത് നിൽക്കുന്ന നാഗക്കൂട്ടങ്ങളുടെ കയ്യിലേക്ക് പിടിച്ചു. എല്ലാവരും ചേർന്ന് ഒരു വലിയ വൃത്തമായി രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ആ വനം മുഴുവനും അത് അലയടിക്കുകയാണ്. കൃഷ്ണൻ ജപിക്കുന്ന മന്ത്രം, സാക്ഷാൽ കൃഷ്ണൻ ജപിക്കുന്ന മഹാമന്ത്രം അലയടിക്കുകയാണ്. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഈ സമയം ദ്വാരകയിൽ നിന്നൊരാൾ പുറപ്പെട്ടു കഴിഞ്ഞു. കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം രാധാറാണിയുടെ മാതാവ് തിരിച്ചു വരുന്നത് വരെ കൂട്ടിരിക്കാൻ രഥത്തിനകത്ത് ഒരാള് പുറപ്പെട്ടു കഴിഞ്ഞു. അത് അതിശീഘ്രം പായുകയാണ്, വൃന്ദാവന അതിർത്തിയിലേക്ക് കടക്കുകയാണ്. അതെ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം രാധാറാണി ഒറ്റയ്ക്കാകില്ല എന്ന് കൃഷ്ണൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിട്ട് ദ്വാരകയിൽ നിന്നൊരാളെ വിടുകയാണ്. ദ്വാരകയിൽ നിന്നൊരാൾ രാധാറാണിയുടെ അടുക്കലേക്ക് പോവുകയാണ്. ആരായിരിക്കും അത്? രാധാറാണി അനുഗ്രഹിച്ചാൽ, കൃഷ്ണൻ അനുഗ്രഹിച്ചാൽ ഞാൻ വരും. അടുത്ത ചൊവ്വാഴ്ച കാത്തിരിക്കൂ. 96ാമത്തെ എപ്പിസോഡിനായി കാത്തിരിക്കൂ. കൃഷ്ണന്റെ കരുതൽ, രാധയുടെ പേരിൽ കൃഷ്ണന്റെ കരുതൽ, ആ കരുതലാണ് കാണുന്നത്. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹാ.